സമയം രാവിലെ 9 മണി. സിനിമാ പ്രേമികൾ ഒന്നാകെ ബുക്ക് മൈ ഷോയിൽ. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. എല്ലാവരുടെയും സെർച്ച് കീ ഒന്ന് തന്നെ, എമ്പുരാൻ. ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തിയേറ്ററുകൾ നിറഞ്ഞു. റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന. ആദ്യത്തെ 1 മണിക്കൂറിൽ വിറ്റുപോയത് 1,00,000-അടുത്ത് ടിക്കറ്റുകൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ബുക്ക് മൈ ഷോ ആദ്യമായി സ്തംഭിച്ചു പോയത് മണിക്കൂർ. ഒരൊറ്റ പേര്, മലയാളത്തിന്റെ മോഹൻലാൽ. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ഓൺലൈൻ ട്രാക്കർമാർ പറയുന്നതനുസരിച്ച് അഡ്വാൻസ് ടിക്കറ്റ് വിൽപ്പന 20 കോടി കടക്കുമെന്നാണ്. കേരളത്തിലെ 90% തിയേറ്ററുകളിലും എമ്പുരാനാണ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. താനങ്ങ് ഇറങ്ങി കളിക്കുക അല്ലയോ? കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ. 6 മണിക്കുള്ള ഫാൻസ് ഷോയുടെ ടിക്കറ്റുകൾ 2 ആഴ്ച മുൻപ് തന്നെ വിറ്റു തീർന്നു. ഇനി എല്ലാ കണ്ണുകളും മാർച്ച് 27 ആദ്യ ഷോയിലേക്കാണ്. അബ്രാം ഖുറേഷിയിലേക്കും സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കും. തിയേറ്റർ ആരവങ്ങൾക്കായി കാത്തിരിക്കാം. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്.